Cheers. ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹം അടുത്ത മാസം 24-ാം തീയതി. ഭാര്യയ്ക്ക് കുടുംബത്തിനോട് ചില കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. കല്യാണ ചെലവ് മുഴുവൻ അവളങ്ങ് കയറി ഏറ്റെടുത്തു. കൃത്യസമയമായപ്പോ ഒടുക്കത്തെ ഒരു സസ്പെൻഷൻ. അതിനെന്താ, സാറ് കുറെയൊക്കെ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ. കൂട്ടി വയ്ക്കാൻ ഒന്നുമില്ലടോ. കൈനീട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള ചെലവുമുണ്ട്. എങ്ങനെയെങ്കിലും സർവീസ് തിരിച്ചു കയറിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകർന്നു പോകും. അതിനെന്താ സാറേ, അടുത്ത ദിവസം പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കിയാലേ അച്ഛനും സാറും കുറ്റവിമുക്തരല്ലേ? അവളുണ്ടല്ലോ ആ പെണ്ണ്, അവള് നേരെ ചെവിയ കോടതിയിൽ വരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവളുടെ കണ്ടീഷൻ ബെറ്റർ ആണ്. അവളുടെ അമ്മയുണ്ടല്ലോ, സുകുമാരി അമ്മ. നമ്മൾ ഇത്രയൊക്കെ സഹായിച്ചതുകൊണ്ട് നമ്മളെ തിരിച്ചു സഹായിച്ചേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ്. തീർച്ചയായും വിശ്വസിക്കാൻ പാടില്ല. കാരണം അവളുമാർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഈ യൂണിഫോമിൽ നിന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങുമ്പോ ആളുകളുടെ ചുണ്ടിലെ ചില പരിഹാസങ്ങളുണ്ട്. അനാവശ്യമായി ചിലര് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി മുന്നിൽ വരും. അതിപ്പോ ട്രാഫിക്കിലാണെങ്കിൽ ട്രാഫിക്കില്, ഏതെങ്കിലും പാർക്കിംഗ് സ്ഥലത്താണെങ്കിൽ അവിടെ. അതുപോലെ 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് സർവീസിൽ കയറിയാ എടുത്തിട്ട് പെരുമാറണം അവനൊക്കെ. സാറ് സമാധാനമായിരിക്കും. പ്രിയങ്ക നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കോടതിയിൽ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചൊരു ഇറങ്ങണം സാറേ. 1ഉം 2ഉം അല്ല, കുറെ എണ്ണത്തിനെ തീർക്കണം. എടോ, തനിക്കും തന്റെ അച്ഛനും വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചോളണം. എന്തിനാണെന്നറിയോ? തന്റെ അച്ഛൻ പുറത്തിറങ്ങിയിട്ട് ഇതിന്റെയൊക്കെ കണക്ക് തൂക്കി നോക്കി എന്റെ അക്കൗണ്ടിൽ പണമിടാൻ. മനസ്സിലായോ നിനക്ക്? എന്റെ പൊന്നു സാറേ, കണിമംഗലം പിടിച്ചടക്കാൻ വേണ്ടിയാ ഞാനും എന്റെ അച്ഛനും കഷ്ടപ്പെടുന്നത്. അതൊന്ന് കയ്യിൽ കിട്ടിയ ഒരു വശത്തിരുന്ന് സാറ് കയറി അങ്ങ് മുടിപ്പിച്ചോ. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല സാറേ. ഞങ്ങൾക്കൊരു ഗ്രഹണ സമയം ഉണ്ടായിരുന്നു സാർ, അത് തീരാൻ പോവാ. പിന്നെ രാജയോഗമാണ്, രാജയോഗം. അയ്യേ, എന്താ മുത്തശ്ശി ഇത്? രാത്രി മുഴുവൻ പ്രിയങ്കയുടെ കാര്യങ്ങൾ പറഞ്ഞു കിടന്നിട്ട് സ്വപ്നം കണ്ടതാ. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ? എനിക്ക് പേടിയുണ്ട് മക്കളെ. അവള് വെറുതെ ഇരിക്കില്ല. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയാല് മുത്തശ്ശിക്കത് സഹിക്കാൻ പറ്റൂ? എനിക്കൊന്നും സംഭവിക്കില്ല. നോക്ക്, പ്രിയങ്ക ഇപ്പൊ നോർമൽ അല്ലല്ലോ. ഇനി അഥവാ പ്രിയങ്ക നോർമലായിട്ട് തിരിച്ചു വന്നാൽ പോലും എനിക്കെന്നല്ല, ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. മോനെ, എന്റെ മോന്റെ അടുത്ത് ഒന്ന് പോവോ? ആ, പോവോ? ഇതിനുള്ള ഉത്തരം മോനോട് നല്ല ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുൺ എനിക്ക് തന്നതാരാ? മുത്തശ്ശിയല്ലേ? ഈ ആയുസ് മുഴുവൻ ഞാൻ വരുണിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടല്ലോ? പ്രിയങ്ക വന്നാൽ നിങ്ങൾ ആരും അതിനെ കുറിച്ച് പേടിക്കണ്ട. പ്രിയങ്കയ്ക്കിപ്പോ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ആ, ഇടയ്ക്കിടയ്ക്ക് നല്ല ഓർമ്മയാ സാറേ. പിന്നെ ചില നേരം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ചികിത്സയിലിരിക്കുന്ന ആളായതുകൊണ്ട് കോടതിക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. കുട്ടിയുടെ പേരെന്താ? പ്രിയങ്ക. അപ്പോ ഈ മല്ലി ആരാണ്? എനിക്ക് അറിഞ്ഞൂടെ സാർ.
പ്രിയങ്കയുടെ അച്ഛനമ്മമാരുടെ പേരൊന്ന് പറയാമോ? അച്ഛൻ ദേവനാരായണൻ തിരുമേനി, അമ്മ യശോദ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയറായി. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയത് ചന്ദ്രശേഖരന്റെ ആളുകളാണോ എന്ന് കോടതി ചോദിക്കും. അപ്പോ അല്ല എന്നാണ് കോടതിയിൽ ബോധിപ്പിക്കേണ്ടത്. ചന്ദ്രശേഖരന് ആ സംഭവവുമായി ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? അന്ന് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ ദിവസം അവിടെ ഒരു പെൺകുട്ടി മരിച്ചിരുന്നു, തീയിൽപ്പെട്ടു. അവൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന്, അത് പ്രിയങ്ക കണ്ടുവെന്നും കോടതിയിൽ പറയണം. അതിനെ ഞാൻ കണ്ടില്ലല്ലോ സർ. പ്രിയങ്ക കണ്ടുവെന്ന് പറഞ്ഞാ മതി. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. പ്രിയങ്ക, ഈ അവസരത്തിൽ അച്ഛൻ പുറത്തിറങ്ങേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അച്ഛനെ രക്ഷിക്കാൻ പ്രിയങ്കയുടെ വാക്കുകൾക്ക് കഴിയും. അഡ്വക്കേറ്റ് പറഞ്ഞു തന്നതുപോലെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറയണം. പറയാം. ആ, അപ്പൊ നമുക്കിനി കോടതിയിലേക്ക് പോവാം. പോ. പറ്റിച്ച്.